സത്യം പറയാലോ, ട്രെയിനിലൊക്കെ കയറുമ്പോൾ നമ്മളെ പേടിപ്പിക്കുന്ന ചില ട്രാൻസെൻഡൻസിൽ അതേപോലൊരു വൈബായി തോന്നുന്നു ജാസിനെ. ഞാൻ പറഞ്ഞ സത്യമായിട്ട് നമ്മളൊക്കെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ചില ട്രാൻസെൻഡൻസിനെ കാണുമ്പോൾ നമുക്ക് പേടി തോന്നാറുണ്ട് അല്ലേ? കൈകൊട്ടി ഇങ്ങനെ വരുമ്പോൾ അത് പറഞ്ഞതിന്റെ കാര്യം എന്താണെന്ന് മനസ്സിലായില്ലേ? കഴിഞ്ഞ ദിവസം തുണി പൊക്കി കാണിച്ച ഒരവസ്ഥ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഡ്രസ്സൂരി കാണിച്ചെന്നോ, അതാ പെങ്കൊച്ചിന് ഡ്രസ്സൂരി കാണിച്ചു, അതിന്റെ മുന്നിലും അതിന്റെ പുറകിലും ഉണ്ടായ കോൺവെർസേഷൻ കോൺട്രവേഴ്സറി, അത് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, എല്ലാവരും സോഷ്യൽ മീഡിയ കൂടെ കണ്ടതാണ്. ഇന്ന് വരെ ഞാൻ ജാസിക്കെതിരെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല. കാരണം എനിക്ക് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. അവരവരുടെ ഇഷ്ടത്തിന് ജീവിക്കുന്നു, എന്തെങ്കിലും ആവട്ടെ എന്ന് കരുതിയിട്ട്. പക്ഷെ ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് ജാസി കൊടുക്കുന്ന ഓരോ മെസ്സേജസ് ഭയങ്കര ഇറിറ്റേറ്റ് ചെയ്യുന്ന രൂപത്തിലുള്ളതാണ്. ഇപ്പൊ ഹോസ്പിറ്റലിൽ തന്നെ കടന്നിട്ട് ജാസി ഒരുപാട് സന്തോഷത്തോടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത്. എൻ്റെ സർജറി കഴിഞ്ഞു. ഈ പറഞ്ഞോട് എനിക്കൊരു കുഴപ്പമില്ല, പക്ഷെ ഇത് ഏറ്റെടുത്ത ആൾക്കാർ, അതുകൊണ്ടാണ് ഞാനത് കഴിഞ്ഞപ്പോൾ വീഡിയോ ചെയ്തിട്ടില്ല. പലരും ഏറ്റെടുത്തു, മണിനാഥം നിലച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ക്യാപ്ഷനോട് കുറെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞിട്ടില്ലല്ലോ അദ്ദേഹത്തിന്റെ ബോട്ടം സർജറി കഴിഞ്ഞെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ? അവനിൽ നിന്ന് അവളിലേക്ക്, അതായിരുന്നു ആ വീഡിയോയുടെ തുടക്കം. പക്ഷെ അത് ടോപ്പ് സർജറി ആയിരിക്കും എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു. കാരണം ബോട്ടം സർജറി ചെയ്ത പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് അത് പെട്ടെന്ന് ക്യൂർ ആവുന്ന സംഭവമല്ല, കുറെ നാൾ ട്യൂബ് ഇട്ട് കിടക്കേണ്ടി വരും, അതിൽ കൂടെ ഒരു യാത്ര ഭയങ്കര പെയിൻഫുൾ ആണെന്ന്. ആ ആള് 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ വിടുകയുണ്ടായത്. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായത് ഫേക്ക് ആണ്. പിന്നെ കുറെ ആൾക്കാർ അതിന്റെ പുറകെ പോണുണ്ട്. ഇതിനൊന്നും ആവശ്യമില്ല. അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം അത് ഫേക്ക് ആണ്. ആളുടെ പേജിന് റീച്ച് കിട്ടാനോ ആളുടെ റീൽസിനൊക്കെ റീച്ച് കിട്ടാൻ വേണ്ടി ആൾ ഓരോന്നും പറയുന്നു. കുറച്ച് ആൾ പറഞ്ഞു ഞാൻ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ആ വീഡിയോയുടെ തുണി കാണിച്ചതോ തുണി പൊക്കി കാണിച്ചോ എന്തായാലും വളരെ ചീപ്പായി പോയി ജാസി, വളരെ മോശം.